ശബരിമലയിൽ ദർശനം നടത്തിയ കനകദുർഗയും ബിന്ദുവും സുരക്ഷ ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജികൾ സമർപ്പിച്ചിരിക്കുകയാണ്. ഈ ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. സന്ദർശനം നടത്തിയ ശേഷം ജീവന് ഭീഷണിയുണ്ടെന്നും സംരക്ഷണം വേണമെന്നും ആവശ്യപ്പെട്ടാണ് ബിന്ദുവും കനകദുർഗയും സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ കോടതിയാണ് കേസ് പരിഗണിക്കുക. സുപ്രീം കോടതി വിധി അനുസരിച്ചാണ് ശബരിമലയിൽ സന്ദർശനം നടത്തിയത്. അതിനുശേഷം കേരളത്തിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ഇരുവരും ഹർജിയിൽ പറയുന്നു. ഭരണഘടനാപരമായ അവകാശമാണ് നിറവേറ്റിയതെന്നും ഇരുവരും ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഹർജിക്കാർ തങ്ങളുടെ കുടുംബ സാമൂഹിക പശ്ചാത്തലങ്ങൾ ഹർജിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആർത്തവം അശുദ്ധിയല്ലെന്ന് സ്ഥാപിക്കുകയെന്ന താല്പര്യവും ശബരിമലയിൽ പോകാൻ തങ്ങളെ പ്രേരിപ്പിച്ച ഘടകമാണെന്നും ഹർജിയിൽ പറയുന്നു. ഇവർക്ക് അനുകൂലമായ നിലപാട് സുപ്രീം കോടതി സ്വീകരിക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. കനകദുർഗ ഇനി പെരുവഴിയിലാകുമോ എന്നതും ഇന്നത്തെ സുപ്രീം കോടതി വിധിക്ക് ശേഷം അറിയാം. ശബരിമല ദർശനം നടത്തിയ കനകദുർഗയെ വീട്ടിൽ കയറ്റില്ലെന്ന് നേരത്തെ വീട്ടുകാർ അറിയിച്ചിരുന്നു. ദർശനവും ഒളിത്താമസവും കഴിഞ്ഞ് തിരിച്ചെത്തിയ കനകദുർഗയെ അമ്മായിയമ്മ തലക്കടിക്കുകയും തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഭക്തരുടെ ആചാരം സംരക്ഷിക്കാതെ ശബരിമല ദർശനം നടത്തിയ കനകദുർഗയെ വീട്ടിൽ കയറ്റില്ലെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സ്വന്തം വീട്ടുകാരും ഭർതൃകുടുംബവും. അതേസമയം തിരിച്ചെത്തിയ ബിന്ദുവിന് ഗംഭീര സ്വീകരണമാണ് ലഭിച്ചത്. ഇന്നത്തെ കോടതി വിധി അനുകൂലമല്ലെങ്കിൽ കനകദുർഗയ്ക്ക് പെരുവഴി തന്നെ ശരണം. കൂടുതൽ വാർത്തകളുമായി ഉടൻ തിരിച്ചെത്താം.